ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാങ്കലിയോൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 149 എപ്പിസോഡാണ് ഇവിടെ ആരംഭിക്കുന്നത്. കഴിഞ്ഞ 148 എപ്പിസോഡും വളരെ അനുഗ്രഹമായി തുടരുവാൻ പുസ്തകത്തിലെ ദൈവം അനുവദിച്ചു. ഇന്നും വളരെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ദൈവസന്നിധിയിൽ വന്നു ചേർന്നിരിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങളെ ആലപിക്കുവാനായി ഇവിടെ എത്തിയിട്ടുള്ളത് ഖദർ ശുശ്രൂഷയിലും ക്രിസ്തീയ ഗായക രംഗത്തും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന, മുമ്പ് ഇവിടെ കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ചെയ്ത ഖദറാസൻ KJ വർഗീസ് കടമ്പനാട് അവറുകളും, ഒപ്പം സഹോദരി ആൻസി രാജൻ അടൂർ അവറുകളുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. രണ്ടുപേരെയും കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് ഈ ശുശ്രൂഷയിൽ നിരന്തരമായി കടന്നു വരികയും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആശിഷ് രാജൻ അടൂർ അവറുകളാണ്. പ്രിയ മകനെയും കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായി തീരാം. ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഖദറാസൻ രാജൻ പാസ്റ്റർ മുന്നോട്ട് വന്ന് ഈ ശുശ്രൂഷത്തിനായിട്ട് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ കർത്തൃസന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ നല്ല സന്ധ്യസമയത്തിനായി സ്തോത്രം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ അവിടുത്തെ കഷ്ടാനുഭവങ്ങളെ ഓർക്കുന്ന ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഗാനങ്ങളിലൂടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട ആ ശ്രേഷ്ഠകരമായ പദവിയെക്കുറിച്ച് കർത്താവെ പാടുവാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം. ഈ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ ദൈവം ഇത്രയും അനുഗ്രഹിച്ചല്ലോ. 149 എപ്പിസോഡായി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ ഈ ശുശ്രൂഷയുടെ മേൽ പകരണമേ. ഗാനങ്ങൾ പാടുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവരെ ശക്തമായി ഉപയോഗിക്കണമേ കർത്താവേ. ഇൻസ്ട്രുമെൻറ്റ്സ് വായിപ്പാൻ പ്രിയ മകനെയും കർത്താവ് സഹായിക്കണമേ. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ അവിടുത്തെ ദാസനെ അധികാരപ്പെടുത്തണമേ കർത്താവേ. ഈ ശബ്ദബീജികളെ ശ്രവിക്കുന്ന എല്ലാ ഹൃദയങ്ങൾക്കും കർത്താവ് ഈ ലോകത്തിൽ വന്നതിൻ്റെ ഉദ്ദേശങ്ങൾ വെളിപ്പെടുവാൻ, അവർ കർത്താവിലേക്ക് തിരിയുവാൻ, വിശ്വാസത്തിൽ ഒന്നുകൂടെ ഉറയ്ക്കുവാൻ, വരുവാനുള്ള വലിയ പ്രത്യാശയ്ക്ക് വേണ്ടി കാത്തിരിപ്പാൻ കർത്താവ് ഇടയാക്കേണ്ടതിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോഴും അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ സഹായിക്കണമേ. എല്ലാ നിലയിലും ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ ആഴ്ച ക്രൈസ്തവ രംഗത്ത് ആയിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ ആഴ്ചയായിട്ട് ആചരിക്കുന്ന ദിവസങ്ങളാണല്ലോ അത്. കഴിഞ്ഞ ഞായറാഴ്ച ഹോസന്ന ആചരിക്കുകയും തുടർന്നുള്ള ഈ 8 ദിവസങ്ങൾ ക്രിസ്ത്യാനികൾ, ക്രൈസ്തവർ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ ഓർക്കുകയും തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് അതിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ പെസഹ വ്യാഴാഴ്ച എന്ന നിലയിൽ അറിയപ്പെടുന്ന ദിവസമാണല്ലോ. ഈ ദിവസത്തിന് വലിയ പ്രാധാന്യം ക്രൈസ്തവർ കാണുന്നുണ്ട്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് തൊട്ടുമുമ്പുള്ള ആ ദിവസം, പെസഹ ആചരിച്ച ദിവസം, യഹൂദന്മാരുടെ ഇടയിൽ പെസഹയ്ക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു. അവർ മിസ്രയീമിൽ നിന്ന് ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ എന്നുകൊണ്ടുമാണ് പെസഹ ആചരിച്ചു വരുന്നത്. ഇന്ന് ക്രൈസ്തവരും ഭൂരിഭാഗം ആളുകളും അത് ആചരിച്ചു വരുന്നു. ഈ ദിവസം അത്തരത്തിൽ ബഹുമാനിക്കപ്പെട്ട ഒരു ദിവസമായതുകൊണ്ട് ഞങ്ങളും നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഈ ഓർമ്മയിൽ പങ്കുചേരുകയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വിധമായ ഓർമ്മകൾ പങ്കിടുന്ന ഗാനങ്ങളാണ് ഇന്ന് ആലപിക്കുന്നത്. പ്രാരംഭമായി ആലപിക്കുന്ന ഗാനം രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ എന്നുള്ള ഗാനമാണ്. ഖദറാസൻ KJ വർഗീസ് ആ ഗാനം ആലപിക്കും. നമ്മുടെ രക്ഷകനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ ക്രൂസിൽ
പിടഞ്ഞ മരിച്ച ആ വലിയ സംഭവത്തിലൂടെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമുഖാന്തരമായി ഒരു പാപിയുടെ പാപഭാരം സമ്പൂർണമായും നീക്കി അവനെ വിശുദ്ധനും അവനെ ദൈവത്തിൻ്റെ മകനുമാക്കി തീർക്കുന്നു. ആ ഒരു വിശ്വാസിയെ അവൻ്റെ മകനാക്കി ദൈവം തീർക്കുമ്പോൾ അവൻ്റെ വേദനകളും അവൻ്റെ സങ്കടങ്ങളിലും അവന് ആശ്വാസം പകർന്ന് ആ പാപഭാരം ഒഴിഞ്ഞ സന്തോഷത്തിൽ അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായ മനോഹരമായ ഗാനം ഇപ്പോൾ കത്രാസ് ആലപിക്കുന്നു. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ. രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ
നിറഞ്ഞ വാക്കുകൾ നീറും മനസ്സിനേകി നീ സ്നേഹം നിറഞ്ഞ വാക്കുകൾ ശരണാർത്ഥിയായിതാ തിരുമുൻപിൽ നിന്നു ഞാൻ ശരണാർത്ഥിയായിതാ തിരുമുൻപിൽ നിന്നു ഞാൻ പാടുന്നു ഏകാകി ഞാൻ നാഥാ നീ കേൾക്കില്ലയോ കാരുണ്യം ചൊരിയില്ലയോ രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ ഇടയ വഴിയിൽ നീ അഭയമരുളൂ രക്ഷകാ എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം. എന്തിനു വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്? അവൻ മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ് അവൻ ക്രൂശിൽ മരിച്ചത്. അവൻ സ്വർഗത്തിൽ ഇരുന്നിരുന്നുവെങ്കിൽ ഈ വലിയ കാര്യം സാധിക്കുവാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിക്കുകയുണ്ടായി. അവൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നരകുല പാപം പരിഹരിക്കുക എന്നത് മാത്രമായിരുന്നു. അതിനുവേണ്ടി അവൻ കാൽവരിയിൽ തകർന്നു, യാഗമൃഗം പോലെ അവൻ ആയിത്തീർന്നു. അവൻ്റെ ചങ്ക് തുളച്ചു കയറിയ ആ വലിയ കുന്തത്തിൻ്റെ പാടിൽ കൂടി രക്തവും വെള്ളവും പുറപ്പെട്ടു. അങ്ങനെ പാപപരിഹാരകൻ ആയിത്തീർന്നു. ഈ ആശയങ്ങൾ വരുന്നതായ ഒരു മനോഹരമായ ഗാനം സഹോദരി ആൻസി രാജൻ ഇവിടെ ആലപിക്കുന്നു. ഉത്ഥിതനായവനെ യേശുവേ, ഉത്ഥിതനായവനെ എന്ന ഗാനം ഇപ്പോൾ നമുക്ക് ശ്രമിക്കാം.
നമ്മുടെ കർത്താവ് മാനവജാതിക്ക് വേണ്ടി സ്വർഗലോകം വെടിഞ്ഞവനാണ്. കാൽവരിയിലേക്ക് നോക്കുന്ന ഒരു ഭക്തന് അവിടെ കാണുവാൻ കഴിയുന്നത് ഒരു സ്നേഹത്തിൻ്റെ മുഖമാണ് കാണുവാൻ കഴിയുന്നത്. ആ സ്നേഹത്തിൻ്റെ മുഖം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വേദപണ്ഡിതനാണെന്ന് ചോദിച്ചാൽ പറയും, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനെ സ്വീകരിക്കുന്ന ഒരുവന് നിത്യമായ ജീവൻ ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിക്കുകയുണ്ടായി. ദൈവസ്നേഹത്തിൻ്റെ മുഖമാണ് കാൽവരിയിൽ കാണുവാൻ കഴിയുന്നത്. എന്താണ് ആ സ്നേഹത്തിൻ്റെ മുഖം? മനുഷ്യ കുലത്തെ രക്ഷിപ്പാനായിട്ട് സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത മഹാസ്നേഹം. സ്വന്തം പുത്രനെ മാനവ കുലത്തിന് വേണ്ടി ഒരു പിതാവ് നൽകുവാൻ തക്കോണം മനുഷ്യജാതിയെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ സ്നേഹം ആർക്കും വർണ്ണിക്കുവാൻ കഴിയുന്നതല്ല. ആ കാൽവരിയിൽ മറ്റൊരു മുഖം കാണാൻ കഴിയും. ഒരു ത്യാഗത്തിൻ്റെ മുഖവും ധ്വനിയും കേൾക്കാൻ കഴിയും. പിതാവായ ദൈവത്തിന് വേണ്ടി പുത്രൻ ത്യാഗം ചെയ്യുന്നു. ആ ത്യാഗം സുഖവും വിൺമഹിമകളും അധികാരങ്ങളും എല്ലാം തന്നെ താൻ ത്യജിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ മഹാത്യാഗത്തിൻ്റെ മുഖമാണ്, ആ ത്യാഗത്തിൻ്റെ സ്വരമാണ് കാൽവരി ക്രൂശിൽ കാണുന്നത്. ഈ ആശയം വരുന്ന മനോഹരമായൊരു ഗാനം നമുക്ക് ശ്രമിക്കാം. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ, ദൈവ സ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ, ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു കരുണയിൻ മുഖം കണ്ടു കാൽവരി മലമേൽ, അന്നാൾ ആ കാൽവരി മലമേൽ എന്ന ഗാനം കതിർദാസൻ KJ വർഗീസ് ആലപിക്കുന്നു. മുഖം ഞാൻ കണ്ടു കാൽവരി മലമേ, ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ, സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേ, ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ, ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു കരുണയിൻ മുഖം കണ്ടു കാൽവരി മലമേലന്നാൾ കാൽവരി മലമേ, കാൽവരി മലമേലന്നാൾ കാൽവരി മലമേ, സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി
ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ. മശിഹാരാജൻ അന്നാമലമേൽ പാടുകളേറ്റപ്പോ മശിഹാരാജൻ അന്നാമലമേൽ പാടുകളേറ്റപ്പോ തിരുകാൽ കരങ്ങൾ മൂന്നാണികളാ തറഞ്ഞു നിന്നപ്പോൾ തിരുകാൽ കരങ്ങൾ മൂന്നാണികളാ തറഞ്ഞു നിന്നപ്പോൾ സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. മനുഷ്യപുത്രൻ അന്നാമലമേൽ രക്തം ചൊരിഞ്ഞപ്പോൾ മനുഷ്യപുത്രൻ അന്നാമലമേൽ രക്തം ചൊരിഞ്ഞപ്പോൾ മാനവർ പാപം നീക്കിടുവാനായി തകർന്നു വീണപ്പോളോ മാനവർ പാപം നീക്കിടുവാനായി തകർന്നു വീണപ്പോ സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേൽ. ത്യാഗത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു കരുണയിൻ മുഖം കണ്ടു കാൽവരി മലമേലമ്മാൾ കാൽവരി മലമേൽ.
ദൈവസ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മലമേ. ക്രൂസിൽ കണ്ടത് സ്നേഹത്തിൻ്റെ മുഖമായിരുന്നു. ഒരു പാപിക്ക് ക്രൂസിലേക്ക് നോക്കിയാൽ അത് മാത്രമാണ് കാണാൻ കഴിയുന്നത്. യേശുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട ഒരു കള്ളനുണ്ടായിരുന്നു. 2 കള്ളന്മാരുണ്ട്. ഒരുത്തൻ യേശുവിനെ നിന്ദിച്ചു, പഴിച്ചു. എന്നാൽ മറ്റേ കള്ളൻ പാപബോധമുള്ളവനായി അവൻ തൻ്റെ കൂടെ ക്രൂശിതനായ ആ ആളിനെ, നീ അങ്ങനെ പറയാൻ പാടില്ല, നമ്മളെല്ലാം തെറ്റുകൾക്ക് പകരമായിട്ടാണ് ശിക്ഷിക്കപ്പെട്ടത്, എന്നാൽ ഇവനോ അരുതാത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഏറ്റുപറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. അവൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവന് ഈ യേശുവിൻ്റെ ക്രൂശീകരണം കണ്ടിട്ട് വളരെ ആശ്ചര്യം തോന്നുകയുണ്ടായി. എന്നാൽ അവൻ ദൈവമാണെന്ന് അവൻ വിശ്വസിക്കുന്നു. പക്ഷേ ദൈവമായിരിക്കുന്നവൻ എന്തിനു വേണ്ടിയാണ് ഈ ക്രൂശിൽ മരിച്ചത് അല്ലെങ്കിൽ ക്രൂശിതനായി തീർന്നതെന്ന് ഓർത്തപ്പോൾ അവന് ഹൃദയത്തിൽ വലിയ വാഞ്ചയുണ്ടായി, ആശ്ചര്യമുണ്ടായി. അവൻ ക്രൂശിലേക്ക് നോക്കിയിട്ട് ആ ക്രൂശിനായി കിടക്കുന്ന കർത്താവിനെ അവൻ ഉള്ളത്തിൽ ഏറ്റുപറയുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ അവിടെ സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട്. യേശുവിന് പകരമായി ക്രൂശിക്കപ്പെടേണ്ട ഒരുവൻ വിട്ടയക്കപ്പെടുകയുണ്ടായി. ബറബ്ബാസ് എന്ന് പറയുന്നതായ കള്ളനും കവർച്ചക്കാരനും കൊലപാതകനുമായ ഒരു മനുഷ്യൻ. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, യേശുവിൻ്റെ ക്രൂശിലെ മരണം കണ്ടിട്ട് അവനും വളരെ ആശ്ചര്യത്തോടെ ഇങ്ങനെ പറഞ്ഞു കാണും, ദൈവമേ, നീ എനിക്ക് വേണ്ടിയാണല്ലോ, എനിക്ക് പകരമായിട്ടാണല്ലോ ക്രൂശിൽ രക്തം ചിന്തിയത്. ഞാനാണ് അവിടെ മരിക്കേണ്ടിയിരുന്നത്, എന്നാൽ എനിക്ക് പകരം നീ മരിക്കുകയും എന്നെ വെറുതെ വിടുകയും ചെയ്തല്ലോ. നിൻ്റെ സ്നേഹം എത്ര ആശ്ചര്യമാണ്, എനിക്ക് എത്ര ചിന്തിച്ചാലും മതിയാകുന്നില്ല, മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ആശ്ചര്യത്തോടെ ക്രൂശിലേക്ക് നോക്കും. രക്ഷിക്കപ്പെട്ട ഏതൊരു മനുഷ്യൻ്റെയും അവസ്ഥ തന്നെയാണ്. അവൻ ക്രൂശിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി രക്തം ചിന്തിയ യേശുവിനെ കാണുമ്പോൾ ആശ്ചര്യത്തോടെ, വിസ്മയത്തോടെ അവങ്കിലേക്ക് നോക്കിയിട്ട് നന്ദി പറയും. ഞങ്ങൾ ഈ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഇതുവരെയും ക്രിസ്തുവിനെ കണ്ടുമുട്ടാത്തവരായി ആരെങ്കിലും ഈ കഷ്ടാനുഭവ ആഴ്ച ആചരിക്കുന്നവരിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ക്രൂശിലേക്ക് നോക്കി ആശ്ചര്യത്തോടെ നോക്കിയാൽ നിങ്ങൾക്ക് പകരമായി ക്രൂശിതനായ കർത്താവിനെ കാണുവാൻ കഴിയും. ഈ ആശങ്കയിൽ വരുന്നതായ മനോഹരമായൊരു ഗാനം, ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ, കൃപയെ 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 ചിന്തിയല്ലോ സ്വന്തം രക്തമെനിക്കായി എന്ന ഒരു ഗാനം സഹോദരി ആൻസി രാജൻ ആലപിക്കുന്നു.
സ്വന്തമായ എല്ലാത്തെയും വെടിഞ്ഞു. ബന്ധമില്ലാത്ത ഏഴയോർത്ത്, ബന്ധമില്ലാത്ത ഏഴയോർത്ത് വീണ്ടെടുത്തു എന്നെയും എന്നെയും എന്നെയും. വീണ്ടെടുത്തു എന്നെയും എന്നെയും എന്നെയും. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ. കൃപയേ 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 കൃപയേ. എന്തു ഞാനേകിടും നിന്നുടെ പേർക്കായി. എന്തു ഞാനേകിടും നിന്നുടെ പേർക്കായി. ചിന്തിക്കുകിൽ വെറുമേഴ ഞാനല്ലോ. ചിന്തിക്കുകിൽ വെറുമേഴ ഞാനല്ലോ. ഒന്നുമെനിക്കിനി വേണ്ട ഈ പാരിൽ. ഒന്നുമെനിക്കിനി വേണ്ട ഈ പാരിൽ. നിന്നെ മാത്രം സേവിക്കും സേവിക്കും സേവിക്കും. നിന്നെ മാത്രം സേവിക്കും സേവിക്കും സേവിക്കും. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ. കൃപയേ 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 കൃപയേ. ചിന്തിയല്ലോ സ്വന്ത രക്തമെനിക്കായി. ചിന്തിയല്ലോ സ്വന്ത രക്തമെനിക്കായി. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ. ആശ്ചര്യമേ ഇതു ആരാൽ വർണ്ണിച്ചിടാൻ. കൃപയേ 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 എത്ര ആശ്ചര്യകരമാണ് ക്രൂശിൽ കാണുന്ന ആ സ്നേഹം. നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്ന വേളയിൽ അവൻ ദാഹജലത്തിനായി കേഴുകയുണ്ടായി. എന്നാൽ അവന് നൽകിയതോ കയ്പ് കാടിയാണ് കൊടുത്തത്. ഒരിക്കൽ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവൻ കിണറ്റിൻകരയിൽ ഇരിക്കുമ്പോൾ അതുവഴിയായി ഒരു സ്ത്രീ വെള്ളം കോരുവാൻ വന്നപ്പോൾ
കർത്താവ് ചോദിച്ചു, എനിക്കും അല്പം വെള്ളം തരണം. അവൾ പറഞ്ഞു, ഞാൻ വെള്ളം കോരിത്തരാം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയുണ്ടായി, ഈ വെള്ളം കുടിക്കുന്നവരെല്ലാം ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിച്ചാൽ ഒരിക്കലും ദാഹമുണ്ടാകുകയില്ല. ദാഹത്തെ മുഴുവനായി തീർക്കുന്ന ജീവജലത്തിൻ്റെ നദി ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് കർത്താവ് പറയുകയുണ്ടായി. നമ്മുടെ കർത്താവ് കരുണാമയനാണ്. അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം പറയാൻ കഴിയത്തില്ല. അവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ നമ്മുടെ പാപക്കറകൾ സമ്പൂർണ്ണമായി മാറ്റി നിത്യമായ ജീവൻ നൽകി നമുക്ക് നമ്മുടെ ദാഹം മാറ്റി നമുക്ക് സന്തോഷം നൽകിയവനാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നാൽ ആ കർത്താവിന് നൽകിയതോ മനുഷ്യൻ നൽകിയതോ കയ്പ് കാടിയാണ്. നാം ക്രൂശിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയും. കാണുക, ക്രൂശിൻ പാതയിൽ ഘോരമാം മരക്കുരിശേന്തി പോകുമാ ദേവകുമാരൻ അവൻ വിശന്ന് ദാഹിച്ച് ക്രൂശിൽ ഏകനായി കിടക്കുന്ന കാഴ്ച കാണാൻ കഴിയും. എന്നാൽ അത് മുഖാന്തരമായി നമുക്ക് ലഭിച്ചത് എത്രയോ സന്തോഷമാണ്. നമ്മുടെ ആത്മദാഹം മാറി ജീവജല നദി ഒഴുകത്തക്കോണം നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച ആ ദൈവസ്നേഹത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കാണുക, ക്രൂശിൻ പാതയിൽ ഈ ഗാനം സഹോദരൻ KJ വർഗീസ് ആലപിക്കുന്നു. ദേവകുമാരൻ കാണുക ക്രൂശിൻ പാതയിൽ 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 ദാഹമൊക്കെയും തീർപ്പാൻ നിനക്കാൻ രക്ഷയിൻ ജലവും ഞാനേകി. നിൻ ദാഹമൊക്കെയും തീർപ്പാൻ നിനക്കാൻ രക്ഷയിൻ ജലവും ഞാനേകി. അതിൻ ഫലമായി നീ ഘോരമാം കയ്പു നിർമാത്രം. അതിൻ ഫലമായി നീ നൽകിയെനിക്കായി ഘോരമാം കയ്പു നിർമാത്രം. എൻ പ്രിയജനമേ എൻ പ്രിയജനമേ എന്തു ഞാൻ തിന്മകളേകി. എൻ പ്രിയജനമേ എൻ പ്രിയജനമേ എന്തു ഞാൻ തിന്മകളേകി.
പൂക്കളേകി ഈ പാനപാത്രം ഞാൻ കുടിപ്പാന എൻ പ്രിയതാത നിൻഹിതമോ കാണുക ക്രൂശിൻ പാതയിൽ 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 നിൻ താപമൊക്കെയും തീർപ്പാൻ നിനക്കാം നന്മകളകിലവുമേകി നിൻ താപമൊക്കെയും തീർപ്പാൻ നിനക്കാം നന്മകളകിലവുമേകി അതിൻ ഫലമായി നീ എനിക്കായി ശോകമമര കുരിശല്ലോ അതിൻ ഫലമായി നീ നൽകി എനിക്കായി ശോകമമര കുരിശല്ലോ എൻ പ്രിയതാത എൻ പ്രിയതാത എന്നെ നീ കൈവെടിഞ്ഞോ എൻ പ്രിയതാത എൻ പ്രിയതാത എന്നെ നീ കൈവെടിഞ്ഞോ ഈ പാനപാത്രം ഞാൻ കുടിപ്പാന എൻ പ്രിയതാത നിൻഹിതമോ കാണുക ക്രൂശിൻ പാതയിൽ 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 ഗെത്സമന എന്ന പ്രോഗ്രാം ഇവിടെ തുടരുകയാണ്. കഷ്ടാനുഭവ ആഴ്ച എന്നവണ്ണം പെസഹായ്ക്കും ഗെത്സമനയ്ക്കും ദുഃഖവെള്ളിക്കും ഒക്കെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ആഴ്ചയാണല്ലോ ഇത്. നമ്മുടെ കർത്താവ് ക്രൂശിതനായി തീർന്നു. എന്നാൽ അവൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അവൻ മനുഷ്യർക്ക് ആശ്രയമായി ഇരുന്നു. രോഗികൾക്ക് അവൻ സൗഖ്യദായകനായിരുന്നു. മരിച്ചവർക്ക് അവരുടെ മരിച്ചവരെ ഉയിർപ്പിച്ച് നൽകിയ ദൈവമായി അവൻ പ്രവർത്തിച്ചു. ഭക്ഷണമില്ലാതെ വലഞ്ഞവർക്ക്, വിശക്കുന്നവർക്ക് ആഹാരം അവൻ നൽകി. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് അവൻ ഇഹലോകത്തിൽ ജീവിച്ചു. അവൻ കാൽവരിയിലേക്ക് നടന്നു പോകുമ്പോഴും ആ കർത്താവിന് നമ്മോടുള്ള സ്നേഹമായിരുന്നു. നാം തനിയാകുവാൻ അവൻ അനുവദിച്ചില്ല. അവൻ നമ്മോട് കൂടെ ഇരിക്കുകയായിരുന്നു. നമുക്ക് വേണ്ടിയാണ് അവൻ മരിച്ചത്. അവൻ്റെ പുനരുത്ഥാനത്തിൽ അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനോ എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. ഈ മരുഭൂമി യാത്രയിൽ വിവിധങ്ങളാകുന്ന കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് കർത്താവ് പറയുന്നു, സഹോദര, മകനെ, നീ ഈ മരുഭൂമിയിൽ തനിയല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ കൈവിടുകയില്ല. നിന്റെ ഹൃദയം ഭാരപ്പെടുമ്പോൾ ഞാൻ നിനക്ക് ആശ്വാസമായിരിക്കും. കർത്താവ് പറഞ്ഞു, ദുഃഖിക്കുന്നവർക്ക് ഞാൻ ആശ്വാസം നൽകും. അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നവരെ എൻ്റെ അടുക്കലേക്ക് വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവൻ ഉള്ളംകരങ്ങളിൽ വഹിച്ച് നമ്മെ ആശ്വസിപ്പിക്കുന്ന രക്ഷിതാവാണ്. ആ കർത്താവിനെ ഓർക്കുന്ന ഈ ദിവസങ്ങളിൽ
നമുക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആ കർത്തൃഭാവത്തിലായിരിക്കാം. ഈ മരുയാത്രയിൽ നിന്നെ തനിയെ വിടുകയില്ല, ഭാരങ്ങൾ ഏറിടുമ്പോൾ കൂടെ വരും സഹിയായി, ഉള്ളം തളർന്നിടുമ്പോൾ തള്ളയാം യേശുനാഥൻ, ഉള്ളം കരങ്ങളിനാൽ വന്ന് തലോടിടും എന്ന ഗാനം സഹോദരി ആൻസി രാജൻ ആലപിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം.
നമ്മുടെ കർത്താവിൻ്റെ കാൽവരി ക്രൂശ് ഒരു മഹാസംഭവമാണ്. ലോകത്ത് അന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു മഹാസംഭവം നടക്കുകയുണ്ടായി. യേശുക്രിസ്തു കാൽവരിയിൽ ക്രൂശിതനായി കിടക്കുന്നു. അവൻ ദാഹം ഉള്ളവനായി, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ വെള്ളത്തിനായി കേഴുകയുണ്ടായി. അതുകൂടാതെ അവൻ്റെ മരണസമയത്ത് അവനിങ്ങനെ വിളിച്ചു പറഞ്ഞു, ഏലി ഏലി ലമ്മ ശബഥാനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ട് എന്ത് എന്ന് ചോദിക്കുന്ന നിലവിളി ശബ്ദം എല്ലാവരും കേൾക്കുകയുണ്ടായി. അവർ തെറ്റിദ്ധരിച്ചു. അവർ പറഞ്ഞു, അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ വന്ന് ഏലിയാവ് വന്ന് അവൻ രക്ഷിക്കുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് സംശയിച്ചു നിന്നപ്പോൾ അവൻ വീണ്ടും ഉറക്കെ കരഞ്ഞുകൊണ്ട് പ്രാണനെ വിട്ടു എന്ന് നാം വായിക്കുന്നു. ആ സന്ദർഭത്തിൽ വലിയ ഒരു സംഭവമുണ്ടായി. യെരുശലേം ദേവാലയത്തിലെ തിരശ്ശീല മേൽ തൊട്ട് താഴേക്ക് രണ്ടായി ചിന്തിപ്പോയി. വലിയ ഭൂകമ്പം അവിടെ ഉണ്ടായി. ഭൂമി കുലുങ്ങുകയുണ്ടായി. അനേക വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറന്നു. അവർ ഉയർ പ്രാപിച്ച് കർത്താവിൻ്റെ പുനരുത്ഥാന ശേഷം അവർ കല്ലറ വിട്ടു. പാറകൾ പിളർന്നുപോയി. ആ സംഭവങ്ങൾ കണ്ട ആളുകൾ ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. ഇതെന്തൊരു മരണമാണ്, എന്താണ് ഇതാശ്ചര്യമാണ്, എന്താണ് സംഭവിച്ചത് എന്ന് വിചാരിച്ച് അവർ ഭയചകിതരായി നിൽക്കുന്ന കാഴ്ച. എന്താണ് സംഭവിച്ചത്? മറ്റൊന്നുമല്ല, ദൈവ സാന്നിധ്യ സ്ഥലത്ത് തിരശ്ശീല കൊണ്ട് മറച്ചിരുന്ന ആ തിരശ്ശീല ക്രിസ്തുവിന്റെ മരണം മുഖാന്തരമായി രണ്ടായി പിളർന്ന് ഒരു പുതിയ പാത. ഒന്നുകൂടെ പറഞ്ഞാൽ, എബ്രായ ലേഖനകാരൻ പറയുന്നത്, ക്രിസ്തു തന്റെ ദേഹം എന്ന തിരശ്ശീല രണ്ടായി ചിന്തി ഒരു പുതുവഴി തുറക്കുകയുണ്ടായി. അതിലൂടെ എനിക്കും നിങ്ങൾക്കും കൃപാസനം കാണുവാൻ, ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള പ്രവേശനം ലഭിക്കുകയായിരുന്നു. എത്ര മഹനീയമായ ഒരു കാര്യമാണ്, എത്ര ആശ്ചര്യമായ കാര്യമാണ്. ലോകത്ത് ആദ്യമായി അവസാനമായി സംഭവിച്ച ആ മഹാകാര്യം ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണ്. അപ്പോൾ സംഭവിച്ച കാര്യങ്ങളെ ഓർപ്പിക്കുന്ന ഒരു തമിഴ് ഗാനം ഇപ്പോൾ കത്തുദാസൻ KJ വർഗീസ് ഇവിടെ ആലപിക്കുന്നു. പ്രിയപ്പെട്ടവനെ അതിനായി ക്ഷണിക്കുന്നു. ദേവാലയത്തിരെ രണ്ടായി കിളിன்றதென்றோ தேவன் திருமுகத்தை காணாமல் கதிரவன் கண்களை மூடியதோ காரிருள் சூழ்ந்ததோ கல்லறை வெடித்ததோ பூமி அதிர்ந்ததோ பூமியெல்லாம் நடுங்கியதோ உத்தமரேசு துடிக்கின்றான் சிலுவையிலே உருகாதோ நெஞ்சம் உருகாது நெஞ்சம் அவர் தான தஞ்சம் உனக்காக பலியாக வந்தார். உருகாது நெஞ்சம் அவர் தான தஞ்சம் உனக்காக பலியாக வந்தார். கலங்காது கண்கள் வடியாது
குரல் கேட்டு நின்று நடமாட முடியாது தடுமாறி கிடந்து முடைவனில் குரல் கேட்டு நின்று இடம் தேடி வந்து இதயத்தில் நொந்து நடமாட செய்ததாலே உந்தன் கால்களில் ஆடியோ மனசே அதுதான் சிலுவையின் பரிசே உந்தன் கால்களில் ஆடியோ மனசே அதுதான் சிலுவையின் பரிசே உருகாது நெஞ்சம் அவர் தான தஞ்சம் உனக்காக பலியாக வந்தார் கலங்காது கண்கள் வடியாது கண்ணீர் கல்வாரி காட்சியை கண்டு கல்வாரி காட்சியை கண்டு உருகாது நெஞ்சம் കുഷ്ഠം തീരാതെ കഷ്ടം കതറിയ മനിതനെ കണ്ട് കരമെല്ലാം കുഷ്ഠം തീരാതെ കഷ്ടം കതറിയ മനിതനെ കണ്ട് കനിവോടു നോക്കി കരം തൊട്ടു തൂക്കി കരുണായ സുഖം തന്നതാലേ ഉന്തൻ കരങ്ങളിലാണിയോ മനസ്സേ അതുതാൻ സിലുവയിൽ പരസേ ഉന്തൻ കരങ്ങളിലാണിയോ മനസ്സേ അതുതാൻ സിലുവയിൽ പരസേ മുറുകാതു നെഞ്ചം അവർ താന തഞ്ചം ഉനക്കാക ബലിയാക വந்தார் கலங்காது கண்கள் வடியாது கண்ணீர் கல்வாரி காட்சியை கண்டு கல்வாரி காட்சியை கண்டு உருகாது நெஞ்சம் அவர் தான தஞ்சம் உனக்காக பலியாக வந்தார் கலங்காது கண்கள் வடியாது கண்ணீர் கல்வாரி காட்சியை கண்டு கல்வாரி காட்சியை கண்டு உருகாது நெஞ்சம் உருகாதோ യേശുക്രിസ്തു മാനവജാതിക്ക് വേണ്ടി ക്രൂശിതനായി എന്നുള്ളതാണ് ഈ ആഴ്ചയിലെ പ്രമേയം. അവൻ ക്രൂശുമരണത്തിന് മുമ്പ് പെസഹ ആചരിച്ചു. യഹൂദന്മാർ ആചരിച്ചു വന്ന ആ പ്രമാണം അനുസരിച്ച് അവൻ പെസഹ ആചരിച്ചു എന്ന് വായിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം സംഭവിച്ചത് മറ്റൊന്നാണ്. കർത്താവും ശിഷ്യന്മാരും യഹൂദന്മാരും ആചരിച്ച ആ പെസഹ കുഞ്ഞാട്
അറുക്കപ്പെട്ട സംഭവമാണ് നാം അടുത്ത ദിവസം കാണുന്നത്. അതായത് കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു രക്തം ചിന്തി അവൻ ക്രൂശിന്മേൽ കിടക്കുന്ന കാഴ്ച മനുഷ്യനെ കണ്ടാൽ സഹിക്കാൻ കഴിയാതെ വണ്ണമുള്ള ഒരു മഹാകാഴ്ച. അവൻ്റെ കൈകളും കാലുകളും ആണിയാൽ തുളയ്ക്കപ്പെട്ടിരിക്കുന്നു, ക്രൂശിനോട് ആണിയാൽ ബന്ധിച്ചിരിക്കുന്നു. അവൻ്റെ തലയിൽ മുൾക്കിരീടം ആഞ്ഞടിച്ച് ഇറക്കി അതുവഴി രക്തം വാർന്ന് ഒലിഞ്ഞുന്നു. അവൻ്റെ മുഖത്തെ രോമങ്ങളൊക്കെ പിടിച്ചു പറിച്ചു. അവിടെ നിന്ന് രക്തം വാർന്നൊഴുകുന്നുണ്ട്. ഒരു കുറ്റവാളിയെ എങ്ങനെ ശിക്ഷിക്കണമെന്നതിന് സാമ്യമായി ഏറ്റവും ക്രൂരമായ മർദ്ദനം അവൻ അനുഭവിക്കേണ്ടി വന്നു. അവൻ്റെ പുറം ഒഴിവുചാൽ പോലെ കിറത്തക്കോണം ചാട്ടവാർ കൊണ്ട് അടികൾ ഏൽക്കപ്പെട്ടു. കണ്ടാൽ ആളെല്ലാം തോന്നുമാർ വിരൂപനായി ക്രൂശിൽ കിടക്കുന്ന കാഴ്ച അത് കണ്ടാൽ ആർക്കും സഹിക്കുവാൻ കഴിയത്തില്ല. രക്താഭിഷേകപ്പെട്ടവനായ പോലെ കിടക്കുന്ന ഒരു കാഴ്ച, ഒരു മനുഷ്യനോട് ചെയ്യുവാൻ കഴിയുന്നതിന് അപ്പുറമായ പീഡനമാണ് അവന് ഏൽക്കേണ്ടി വന്നത്. ക്രൂശിൽ നോക്കിയാൽ ഏതൊരുടെയും ചങ്ക് തകർന്നു പോകും. നാം സുവിശേഷങ്ങൾ വായിക്കുന്നുണ്ട്, അവൻ ക്രൂശിൽ കിടന്ന കാഴ്ച കണ്ടിട്ട് സ്ത്രീകൾ മാറത്തടിച്ച് നിലവിളിച്ചു. ഒരു പെറ്റമ്മയ്ക്കും സഹിക്കുവാൻ കഴിയാതെ വണ്ണം ക്രൂരമായ പീഡകൾ അവൻ്റെ പേരെ അവർ അടിച്ചു. ആ ദൈവപുത്രൻ ക്രൂശിൽ കിടക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, സ്നേഹിത, എനിക്കും നിനക്കും വേണ്ടിയാണ് അവൻ ക്രൂശിൽ കിടന്നത്. ഈ മഹാസ്നേഹത്തെ നീ ഓർക്കാതെ നിനക്ക് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയും? നിന്റെ പാപക്കടം തീർക്കുവാൻ വേണ്ടി ക്രൂശിതനായ കർത്താവിനെ ഇന്ന് രാത്രി ഓർക്കുമോ? കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭക്തൻ പറയും, കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ഞാൻ അവനെ സ്നേഹിക്കും. ഇനി ഞാൻ പാപത്തിലേക്ക് മടങ്ങിപ്പോകത്തില്ല. എനിക്ക് വേണ്ടി യാഗമായി തീർന്ന രക്ഷിതാവിനായി ഞാൻ ജീവിക്കും എന്ന് പറയും. നമുക്ക് ആ കാഴ്ചകൾ തരുന്നതായ മനോഹരമായ ഒരു ഗാനം ഇപ്പോൾ സഹോദരി ആൻസി രാജൻ ആലപിക്കും. ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നത് ആരുതാ, പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ഈ ഗാനം നമുക്ക് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. കർത്താവ് നമ്മെ സഹായിക്കും.
ഗെത്സമന എന്ന പ്രോഗ്രാം തുടരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെ ഓർപ്പിക്കുന്ന വളരെ ഭക്തി സാന്ദ്രമായ ഗാനങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. തുടർന്ന് നമുക്ക് ഗാനങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. ഞാൻ ഓർപ്പിച്ചുവല്ലോ, ഇന്നത്തെ ദിവസം യഹൂദന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. പെസക ആചരിക്കുന്ന ദിവസമാണ്. ആ ദിവസം എന്തുകൊണ്ടും വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമായിട്ടാണ് ഇരിക്കുന്നത്. എന്താണ് പെസക എന്ന് പറയുന്നത്? മിസ്രയീമിൽ അടിമയായി കഴിയേണ്ടി വന്ന ഇസ്രായേൽ ജനം, ഫറവോൻ അവരെ എത്രത്തോളം പീഡിപ്പിക്കാമോ അത്രത്തോളം പീഡിപ്പിച്ചു അവരെ നരക യാതന അനുഭവിക്കുന്നവരാക്കി തീർക്കുകയുണ്ടായി. ഏറ്റവും ഒടുവിൽ ദൈവം അയച്ച മോശ എന്ന പുരുഷൻ മുഖാന്തരം അവർക്ക് അവിടെ നിന്ന് ഒരു വിടുതൽ ലഭിപ്പാൻ കാരണമായി തീർന്നു. ആ വിടുതൽ ലഭിക്കുന്ന ആ ദിവസം എന്ന് പറയുന്നത് എല്ലാ ഇസ്രയേലിനും എല്ലാ കുടുംബങ്ങളിലും ഒരു കുഞ്ഞാടോ ഒരു കോലാടോ അറുക്കപ്പെടണം. ആ അറുക്കപ്പെട്ട ആ കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളമേലും കുളമ്പടി മേലും പുരട്ടിയിരിക്കണം. ആ കുഞ്ഞാടിൻ്റെ മാംസം അവർ ഭക്ഷിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്നവണ്ണം പുളിപ്പില്ലാത്ത അപ്പം അവർ ഭക്ഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ദിവസം ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു. അതായത് മിസ്രയീമിലെ വിടുതലിൻ്റെ ഒന്നാം ദിവസം. ആ രാത്രിയിൽ അവർ കുഞ്ഞാടിനെ അറുത്ത് രക്തക്കറകൾ കട്ടിലക്കാൽമേലും കുറുമുടിമേലും പുരട്ടി യഹൂദന്മാരായ ആളുകളെല്ലാവരും വീടിനുള്ളിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് മിസ്രയീമിൽ വലിയൊരു നിലവിളി കേട്ടു. അത് മറ്റൊന്നുമല്ലായിരുന്നു, ഈ രക്തക്കറ ഇല്ലാത്ത എല്ലാ വീടുകളിലും നിലവിളി ഉയർന്നു. അവിടുത്തെ ആദ്യജാതന്മാർ കൊല്ലപ്പെട്ടു. സംഹാരകൻ എല്ലാ വീടുകളിലും കടന്നു വന്നു. അങ്ങനെ വന്നപ്പോൾ ആ വീടുകളിൽ രക്തക്കറ ഇല്ലാത്ത വീടുകളിൽ സംഹാരം ചെന്നിട്ട് അവിടെയുള്ള ആദ്യജാതനെ കൊന്നുകളഞ്ഞു. മിസ്രയീമിൽ വലിയ നിലവിളി ഉണ്ടായി. ഫറവോൻ മോശയെ വിളിച്ചു, മോശേ മോശേ, നീ പെട്ടെന്ന് വരിക, എനിക്ക് ഈ കരച്ചിൽ സഹിക്കാൻ കഴിയുന്നില്ല. കൊട്ടാരം മുതൽ കുടിൽ വരെ നിലവിളി ഉണ്ടായി. ഫറവോനും മിസ്രയീമജനും ഒരുപോലെ കരഞ്ഞു. അവൻ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കൊള്ളുക, നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊയ്ക്കൊള്ളുക, ദൈവത്തെ ആരാധിച്ചോളൂ എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ ആ രാത്രിയിൽ അവിടെ നിന്ന് പുറപ്പെട്ടു. അവർ ദൈവം അയച്ച ദൈവം ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ദൈവം അവരെ കൊണ്ടുപോകുകയുണ്ട്. അതാണ് പെസക. ആ ഓർമ്മ കൊണ്ടാടുന്ന ആചരിക്കുന്ന ദിവസമാണ് പെസക എന്ന് പറയുന്നത്. പെസക എന്ന വാക്കിൻ്റെ അർത്ഥം കടന്ന് പോകൽ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകൽ എന്നാണ്. എന്താണ് കടന്നു പോകൽ, ഒഴിഞ്ഞു പോകൽ എന്ന് പറഞ്ഞാൽ? കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടിയ കട്ടിളക്കാലും കുറുമ്പടി മേലും ആ കാഴ്ച കാണുന്ന സംഹാരദൂതൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നു. ആ ഭവനത്തിലേക്ക് മരണം ചെല്ലുന്നില്ല. അവിടെയുള്ള ആദ്യജാതന്മാർ സുരക്ഷിതരായിരിക്കുന്നു. ന്യായവിധി ഒഴിഞ്ഞുപോയ, മരണം ഒഴിഞ്ഞുപോയ ദിവസമാണ് പെസക എന്ന് പറയുന്നത്. ഇസ്രയേലിന് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവും പെസക ആചരിച്ചു. അവൻ അപ്പം നുറുക്കി തൻ്റെ ശിഷ്യന്മാർ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങൾ ഇത് ഭക്ഷിപ്പീൻ. അവൻ വീഞ്ഞ് അവൻ എടുത്ത് വാഴ്ത്തി അവർ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്, നിങ്ങൾ ഇത് കുടിപ്പീൻ എന്ന് പറഞ്ഞു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു ആ പെസക എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കും പോലെ വെറും ഒരു കുഞ്ഞാട് ഇറക്കപ്പെടുകയല്ല. നിങ്ങൾ ഉദ്ദേശിക്കും പോലെ ഒരു രക്തക്കറ കട്ടിൽമേൽ കുറുമ്പടിമേൽ പുരട്ടുന്നത് മാത്രമല്ല. പ്രത്യേകത ഇവിടെ ഇതാ കുഞ്ഞാടായ, സാക്ഷാൽ കുഞ്ഞാടായ ഞാൻ അറക്കപ്പെടാൻ പോകുകയാണ് എന്ന് കർത്താവ് പറയുകയായിരുന്നു ചെയ്തത്. യോഹന്നാൻ സ്നാപകൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുകയുണ്ടായി. അത് പെസക കുഞ്ഞാടായ കർത്താവിനെ ആയിരുന്നു എന്ന് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈ കർത്താവായ യേശുക്രിസ്തു പെസക ആചരിച്ച ശേഷം
അടുത്തതായി പോയ സ്ഥലമാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പേരായിട്ട് പറഞ്ഞിരിക്കുന്നത് ഗെത്സെമന എന്ന് പറയുന്നത്. ഗെത്സെമന എന്ന് പറയുന്നത് യെരുശലേമിന് കിഴക്ക് ഭാഗത്തായിട്ട് കെദ്രോൻ താഴ്വരയുടെ സമീപത്തായിട്ടുള്ള ഒരു ഉദ്യാനമാണ് ഗെത്സെമന എന്ന് പറയുന്നത്. ഒലിവ് മരങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു മനോഹരമായ ഉദ്യാനമാണ് അത്. അവിടേക്കാണ് കർത്താവ് പ്രാർത്ഥിപ്പാനായി ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് പോയത്. അവൻ അവരെ ആ കിദ്രോൻ തോടിനരികെയുള്ള ഈ ഗെത്സെമന എന്ന ഉദ്യാനത്തിനരികെ നിർത്തിയിട്ട് കർത്താവ് അതിനകത്തേക്ക് കടന്നുപോയി. അവരുടെ കൂടെ 3 ശിഷ്യന്മാരുമുണ്ടായിരുന്നു. പത്രോസും യോഹന്നാനും യാക്കോബും എന്ന 3 ശിഷ്യന്മാരും ആയി കർത്താവ് ഗെത്സെമനയിലേക്ക് പ്രവേശിക്കുന്നു. ആ ഗെത്സെമനയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിപ്പീൻ, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിട്ട് അവൻ ഗെത്സെമനയ്ക്ക് അകത്തേക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി. നാം സുവിശേഷങ്ങൾ വായിക്കുന്നത് അവൻ ഒരു കല്ലേറെ ദൂരം മുൻപോട്ട് പോയി ഇരുന്നു എന്ന് വായിക്കുന്നു. അങ്ങനെ അവൻ പോയിരുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നാം തുടർന്നുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കുമ്പോൾ കഴിയുന്നതാണ്. അവൻ ഒരു കല്ലേറെ ദൂരം പോയതിന് കാരണം മറ്റൊന്നുമല്ല, അവനും പിതാവായ ദൈവവുമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ മുമ്പ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ, ഞാൻ യഹൂദന്മാരുടെ കയ്യാൽ പിടിക്കപ്പെടും, അവർ എന്നെ കൊല്ലും, അവർ എന്നെ തല്ലും, ഞാൻ മരിക്കും, അതിനുശേഷം ഞാൻ ഉയർത്തി നിൽക്കും. ഈ കാര്യം കർത്താവ് പറയുകയുണ്ടായി. ആ സമയം ആയപ്പോഴാണ് കർത്താവ് ഗെത്സെമനയിലേക്ക് പോയത്. ഞാനിങ്ങനെ വിചാരിക്കുന്നു, അത് മുമ്പും കർത്താവ് പ്രാർത്ഥിപ്പനായി മലയിലേക്ക് പോയ കാര്യം പലപ്പോഴും നാം വായിക്കുന്നുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഈ ഗെത്സെമന ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിട്ട് ഈ ഗെത്സെമന തീരുന്നു. അവിടെ കർത്താവ് യേശുക്രിസ്തുവിന് സംഭവിച്ച ചില കാര്യങ്ങളാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഗെത്സെമനയിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതായത് അവിടെ ഒരു ചക്ക് ഉണ്ടായിരുന്നു. ആ ചക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്ഥലത്തുള്ള ഒലിവുകൾ അത് ആട്ടി ഒലിവെണ്ണ സ്വരൂപിക്കുന്ന ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് ആണ് ഈ സ്ഥലത്തിന് ഗെത്സെമന എന്ന് പേരുണ്ടായത്. എന്ന് പറഞ്ഞാൽ ഗെത്സെമന സമം എണ്ണ അമർത്തുന്ന സ്ഥലം എന്നാണ്. അതായത് എണ്ണ നല്ലതുപോലെ ഞെക്കിപ്പിഴിഞ്ഞ് ഒലിവ് അത് വൃക്ഷങ്ങളുടെ അതിൻ്റെ ഇലകളോ മറ്റും അതിൻ്റെ കായും മറ്റും നല്ലതുപോലെ പിഴിഞ്ഞ് ചക്കിൽ ആട്ടി നല്ലതുപോലെ പിഴിഞ്ഞെടുക്കുന്ന ആ എണ്ണ സ്വരൂപിക്കുന്ന സ്ഥലമാണ് ഗെത്സെമന. അതുകൊണ്ടാണ് ഗെത്സെമന എന്ന് ആ എബ്രായ പേര് ആ സ്ഥലത്തിനുണ്ടായത്. സത്യത്തിൽ ഇവിടെ കർത്താവായ യേശുക്രിസ്തു അവിടേക്ക് പോയപ്പോൾ സംഭവിച്ചത്, ഒന്നാമത് കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നത് അവിടെ കാണാൻ കഴിയും. എന്താണ് അവൻ പ്രാർത്ഥിച്ചത്? കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം സാധിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മനോഹരമായ പ്രാർത്ഥന ശകലം നാം കാണുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന് ആ പാപഭാരം, അതായത് മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവൻ ക്രൂശിതനാകുവാൻ വന്നതെങ്കിലും ഈ മാനവജാതി പാപപരിഹാരം അവനെ തോളിലേക്ക് വരുമ്പോൾ അത് അവന് സഹിക്കുവാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നു. മാനുഷികമായിട്ട് ദൈവത്തിന് അത് അസാധ്യമാണ്. എന്നാൽ മാനുഷികമായ ആ ശരീരത്തിലായിരിക്കുമ്പോൾ അവന് താങ്ങുവാൻ കഴിയുന്നതിനപ്പുറമായ വലിയ ഭാരം, മാനവജാതിയുടെ പാപഭാരം അവന് തോളിലേക്ക് പിതാവായ ദൈവം എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അത് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞതാണ്, അത് എനിക്കിത് താങ്ങുവാൻ കഴിയുന്നില്ല മനുഷ്യ നിലയിൽ, എന്നാൽ ദൈവമേ നിന്റെ ഇഷ്ടം സാധിക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അവസാനത്തെ പ്രാർത്ഥനാ വേളയാണ് നാം ഇവിടെ കാണുന്നത്. എന്താണ് ഈ പ്രാർത്ഥനയുള്ളത്? മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവേഷ്ടത്തിനായി തന്നെ സമർപ്പിക്കുന്ന, ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണ്, ആ പ്രാർത്ഥനയാണ് ഗെത്സെമനയിൽ സംഭവിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി ഒരു മധ്യസ്ഥനായിട്ട് കർത്താവ് തീരുന്ന സംഭവമാണ് ഗെത്സെമനെ കാണിക്കുന്നത്. സഹോദര സഹോദരി, ഞങ്ങളെ ഈ മാധ്യമത്തിൽ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശുക്രിസ്തു ക്രൂശിതനാകുന്നു തൊട്ടു മുമ്പ് ഗെത്സെമനയിൽ വെച്ച് അവൻ പ്രാർത്ഥിക്കുന്നു,
പിതാവിന് ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അവരൊരു മധ്യസ്ഥനായി തീരുകയായിരുന്നു എന്ന കാര്യം മറന്നു പോകരുത് എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. മറ്റൊന്ന്, അവിടെ കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പ്രാണവേദനയിൽ ആയി എന്ന് വായിക്കുന്നു. എന്താണ് പ്രാണവേദന എന്ന് പറഞ്ഞാൽ പ്രാണൻ പറഞ്ഞു പോകുന്ന പോലെ, ജീവൻ മാറിപ്പോകുന്ന പോലെയുള്ള വലിയ വേദന അവൻ അനുഭവിക്കുകയുണ്ടായി. ക്രൂശിൽ അവൻ അനുഭവിച്ചതിനേക്കാൾ വലിയ വേദനയായിരുന്നു ഇത് അവൻ്റെ മനസ്സിന് വന്ന ഭാരമാണ്. അവൻ പ്രാണവേദനയിലായി, മരിച്ചു പോകുന്നതിൽ, വീണു പോകുന്നതിൽ അത് അതികഠിനമായ വേദന അവൻ അനുഭവിച്ചു. അവിടെ സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട്. അങ്ങനെ അവൻ പ്രാർത്ഥിച്ചപ്പോൾ, അങ്ങനെ പ്രാണവേദനയായപ്പോൾ അവൻ്റെ ശരീരം നന്നായി വീർക്കുകയുണ്ടായി. നാം ഒരു നല്ല കഠിന ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം വീർക്കുന്ന പോലെ അവൻ്റെ ശരീരം അതുപോലെ വീർത്തു എന്നല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് വീർത്തു. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് സുവിശേഷങ്ങളിൽ, അവൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കണങ്കിൽ രക്തത്തുള്ളികൾ പോലെ അത് ആയിരുന്നു എന്ന് പറഞ്ഞാൽ രക്തത്തുള്ളികൾ പോലെ, രക്തത്തുള്ളികൾ വന്നു എന്നല്ല, രക്തത്തുള്ളികൾ എങ്ങനെയാണ് അത് ഓരോ തുള്ളിയായി താഴേക്ക് ഇറ്റിറ്റ് വീഴുന്നത്, അതുപോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രാണവേദനയിലായിരുന്നപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് രക്തത്തുള്ളികൾ പോലെ അത് വിയർപ്പ് താഴേക്ക് പതിച്ചു എന്ന് നാം കാണുന്നു. ആ ഗത്സമന കർത്താവിൻ്റെ രക്തത്തുള്ളികൾ പതിച്ച ഒരു സ്ഥലമാണ്. അത് കാണിക്കുന്ന ഒരു കാര്യമാണ്, മനുഷ്യന് വേണ്ടി പാപഭാരം അവൻ വഹിക്കുമ്പോൾ, ആ വേദന സഹിക്കുമ്പോൾ അത് അവൻ്റെ ശരീരത്ത് താങ്ങുവാൻ കഴിയാതെ വലിയ ഒരു അധ്വാനമായി തീരുകയും ആ സമയത്ത് രക്തത്തുള്ളികൾ അവൻ താഴേക്ക് വീഴുകയുണ്ടായി. മറ്റൊന്ന്, അവൻ പ്രാണവേദനയിലായി. അവിടെ സംഭവിച്ച മറ്റൊരു കാര്യം, നമ്മുടെ കർത്താവ് തന്നെത്താൻ വെളിപ്പെടുത്തിയ സ്ഥലമാണ് ഈ ഗത്സമന. അതായത് അവൻ പ്രാർത്ഥന കഴിഞ്ഞ് വെളിയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അവന് എതിരേറ്റ ഒരു കൂട്ടം ആളുകളുണ്ട്. അത് മറ്റാരുമല്ല, യൂദ എന്ന വഴികാട്ടിയുമായി, അതോടൊപ്പം തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവിടെ മതപുരോഹിതന്മാരും അയച്ച ഒരു വട്ടം ആളുകളും പട്ടാളക്കാരും നമ്മുടെ കർത്താവിനെ എതിരേറ്റു. അവർ വന്ന് കർത്താവിനോട് ചോദിക്കുന്നു. കർത്താവ് ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? അപ്പോൾ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആരെയാണ് തിരയണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നസറേയനായ യേശുവിനെ ഞങ്ങൾക്ക് വേണം. അപ്പോൾ കർത്താവ് പറയുകയാണ്, അത് ഞാൻ തന്നെയാണ് എന്ന് കർത്താവ് വെളിപ്പെടുത്തി. നസറേയനായ യേശു, നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട്. ഞാൻ തന്നെ എന്ന് പറഞ്ഞപ്പോൾ ആ പടയാളികളെല്ലാവരും പിൻവാങ്ങി പുറകോട്ട് പോയി. അവർ നിലത്ത് വീഴുകയുണ്ടായി. എന്താണ് സംഭവിച്ചത്? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഗത്സമനയിൽ തന്നെത്താൻ വെളിപ്പെടുത്തുകയായിരുന്നു. അതായത് മോശയ്ക്ക് ദൈവം ഇപ്പോൾ വെളിപ്പെട്ടപ്പോൾ, മോശ മുൾപ്പടർപ്പ് തീ കണ്ടിട്ട് അവൻ ആ തീയുടെ അടുത്തേക്ക് നോക്കിയപ്പോൾ അത് ദൈവം പറയുന്നു, നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചുകളെ അവിശ്വസ്തരമാണ്. അപ്പോൾ ദൈവം അവൻ ചോദിക്കുന്നു, നീ ആരാകുന്നു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇങ്ങനെയാണ്, ഞാനാകുന്നു ദൈവം. അവൻ പറഞ്ഞു, ഞാൻ ഫറവോന്റെ അടുക്കൽ ചെല്ലുമ്പോൾ എന്താണ് പറയേണ്ടത്? ആരാണ് എന്നെ ഏറ്റു നോക്കിയപ്പോൾ പറയണം, ഞാൻ തന്നെയാകുന്നു, ഞാൻ ദൈവമാകുന്നു, അയാം ദാറ്റ് അയാം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ് മോശയെ അയച്ചതുപോലെ ആ വലിയ വെളിപ്പാട് ഇവിടെ കർത്താവ് നൽകുന്നു. ഞാൻ തന്നെ, നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ഞാനാണ് സ്വർഗ്ഗത്തിൽ വന്നവനും ഞാനാണ് ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ് സ്വയം വെളിപ്പെടുത്തുന്നു. സംഭവിച്ചെന്താണ്? അവൻ അത് പറഞ്ഞപ്പോൾ അവർ അവൻ്റെ മുമ്പാകെ നിലത്ത് വീണു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് തന്നെ താൻ വെളിപ്പെടുത്തിയ സ്ഥലമാണ് ഗത്സമന. എൻ്റെ പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി സുഖത്തിൽ നിന്ന് വെളിപ്പെടുത്തപ്പെട്ട ദൈവമാണ് യേശു ക്രിസ്തു. ഈ മാനവജാതിയുടെ പാപത്തിൻ്റെ സർവ്വഭാവങ്ങൾക്കും വേണ്ടി പരിഹാരമായി ഈ ലോകത്തിലേക്ക് വന്നവനും നിങ്ങൾക്ക് വേണ്ടി സ്വയമേ വെളിപ്പെടുത്തുകയുമാണ് ദൈവം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ദൈവത്തിന് സകല അധികാരമുള്ളവനാണ്. മനുഷ്യനായി അവതരിച്ചെങ്കിലും അവൻ ദൈവമാണ്. അവൻ ദൈവമാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ അവിടെ അവർ വീണ് നമസ്കരിക്കത്തക്കവണ്ണം അവന് മുമ്പാകെ വീണുപോയി. ദൈവത്തിന് സ്തോത്രം. ഈ യേശു ക്രിസ്തുവിന് മുമ്പാകെ നാം വീഴേണ്ടവരാണ്, അവൻ്റെ മുമ്പാകെ നാം താഴേണ്ടവരാണ്. മറ്റൊരു കാര്യം അവിടെ സംഭവിച്ചത്, കർത്താവ് അപ്പോൾ അവരോട് പറയുന്നൊരു മറുപടിയുണ്ട്. ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ശിഷ്യന്മാർ ആ സമയത്ത് ഭയചകിതരായി നിൽക്കുകയാണ്. യേശുവിനെ അവർ കൈയേൽക്കുമ്പോൾ ആ യേശു താൻ തന്നെ വെളിപ്പെടുത്തുമ്പോൾ കർത്താവ് പറയുകയാണ്, എന്നെ പിടിച്ചുകൊള്ളുക, ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആള്, ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് അവരെ വെറുതെ വിട്ടു. അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്കും നിനക്കും പകരമായി അവൻ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയും
എനിക്കും നിനക്കും വിടുതൽ നൽകുകയും ചെയ്തു. ആദ്യം ആ ശിഷ്യന്മാരെ വിടുവിക്കട്ടെ എന്ന് പറഞ്ഞു, അവരെ വെറുതെ വിടുക എന്ന് പറഞ്ഞു. പിന്നീട് അവൻ ക്രൂശിതനായപ്പോൾ ബറബ്ബാസ് അവന് വേണ്ടി വിടുവിക്കപ്പെട്ടു. അവൻ ക്രൂശിതനായി കഴിഞ്ഞപ്പോൾ എത്രയോ ആയിരങ്ങൾ, എത്രയോ കോടാനുകോടി ആളുകൾ വിടുതൽ പ്രാപിച്ചു. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണമുഖാന്തരമായി നമുക്ക് സാക്ഷാൽ വിടുതൽ ലഭിക്കുകയുണ്ടായി, സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി. കർത്താവ് പറഞ്ഞു, ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ, പ്രിയ സ്നേഹിതേ, നിന്നെ അവൻ വെറുതെ വിടുകയായിരുന്നു. നീ മരിക്കേണ്ട സ്ഥാനത്ത്, നീ തകർക്കപ്പെട്ട സ്ഥാനത്ത് നിനക്ക് പകരമായിട്ട് അവൻ സ്വയം കുറ്റമേറ്റെടുത്ത് നമ്മെ സ്വതന്ത്രരാക്കി തീർത്തു. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ കർത്താവ് അവിടെ വെച്ച് ബന്ധിതനായി. യേശു ക്രിസ്തു ഗസ്സമനയിൽ വെച്ച് ബന്ധിതനായി തീർന്നു. എന്തിനു വേണ്ടിയാണ് ബന്ധനസ്ഥനായി തീർന്നത്? ഞാൻ നിങ്ങൾക്ക് സ്വതന്ത്രരാക്കാം, സ്വാതന്ത്ര്യം, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നൊക്കെ വാഗ്ദാനം ചെയ്ത ദൈവപുത്രൻ ഇവിടെ സ്വതന്ത്രനായി തീരുകയില്ല. അവൻ കെട്ടപ്പെട്ടു. പടയാളികൾ അവനെ പിടിച്ചു കെട്ടി, അവനെ അറസ്റ്റ് ചെയ്തു. അവനെ അവർ മഹാപുരോഹിതന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി. കെട്ടപ്പെട്ട ഒരുവൻ, ബന്ധനസ്ഥനായിത്തീർന്ന ഒരുവൻ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവനായ ഒരുവൻ. ആരാണ്? ദൈവപുത്രൻ. ഞാൻ തന്നെ എന്ന് സ്വന്തം വെളിപ്പെടുത്തി ദൈവമായവൻ തന്നെ ഇവിടെ കെട്ടപ്പെട്ടവനായി, മനുഷ്യരാൽ കെട്ടപ്പെട്ടവനായി, അധികാരികളാൽ കെട്ടപ്പെട്ടവനായി അവൻ ഒരു കുറ്റക്കാരനെ പോലെ നിൽക്കുന്നു. നാം മുമ്പേ കേട്ടതുപോലെ നമുക്ക് പകരമായിട്ട് അവൻ ബന്ധനസ്ഥനായി തീർന്നു. അവൻ്റെ കൈകൾ അവർ ചേർത്ത് ബന്ധിച്ചു, അവനെ അമർച്ച ചെയ്തു, അവനെ പിടിച്ചു കെട്ടി പുരോഹിതന്മാരുടെ അടുക്കലും രാജാക്കന്മാരുടെ അടുക്കലും മാറി മാറി വിസ്തരിച്ചു. അവനെ അവർ വലിയൊരു കുറ്റക്കാരനാക്കി തീർത്തു. നാം സുവിശേഷങ്ങൾ വായിക്കുന്നു, ഇവൻ ചെയ്ത കുറ്റമെന്തെന്ന് പീലാത്തോസ് ചോദിക്കുമ്പോൾ ആളുകൾ അവന് നേരെ ധാരാളം കുറ്റാരോപണങ്ങൾ കൊണ്ടുവന്നു. ഒന്നും ഫലമായി തീർന്നില്ല. ഏറ്റവും ഒടുവിൽ അവൻ ചോദിക്കുന്നു, ദൈവത്തിന് പുത്രനായ ക്രിസ്തുവോ എന്ന് നീ പറയുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുണ്ടായി, ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞതിലും മാത്രമല്ല, നിങ്ങൾ കാണും, മനുഷ്യപുത്രൻ ആകാശമേഖലയെ വാഹനമാക്കി എഴുന്നള്ളി വരുന്നത് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ഇവൻ ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞ് അവനെ ക്രൂശിപ്പാനായി ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് വേണ്ടി കെട്ടപ്പെട്ടവനായി തീർന്ന കർത്താവ് എനിക്കും നിങ്ങൾക്കും ബന്ധനം മാറ്റി, പാപത്താൽ കെട്ടപ്പെട്ട കയറുകൾ മാറ്റി നമുക്ക് സ്വാതന്ത്ര്യം തരുവാൻ, വിടുതൽ തരുവാൻ വേണ്ടി ദൈവപുത്രനായവൻ എനിക്കും നിങ്ങൾക്കും പകരമായി കെട്ടപ്പെട്ടു. അവൻ എനിക്കും നിങ്ങൾക്കും പകരമായി വിസ്തരിക്കപ്പെട്ടു. മാത്രമല്ല, എനിക്കും നിങ്ങൾക്കും പകരമായി ഗത്സമനയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ കർത്താവിനെ അതിനടുത്ത സ്ഥലമായ ഗോൽഗോഥയിൽ കൊണ്ടുപോയി ക്രൂശിന്മേൽ ക്രൂശിതനാക്കി തീർത്തു. കൈകളും കാലുകളും ആണിയാൽ ചേർത്ത് വെച്ച്, ആ ക്രൂശിനോട് ചേർത്ത് വെച്ച്, ആ കാര്യം ആണിയാൽ അടിച്ചു തറച്ച് ആ ക്രൂശിനോട് ചേർത്ത് ബന്ധിച്ചു. അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച്, നീ രാജാവാണല്ലേ പറഞ്ഞത്, നിനക്ക് ഇരിക്കട്ടെ ഒരു കിരീടം എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചുകൊണ്ട് അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചു. കോൽ കൊണ്ട് അവർ ആഞ്ഞടിക്കുകയുണ്ടായി. അവനെ വിസ്തരിച്ചു, അവനെ ചാട്ടുവാർ കൊണ്ട് അടിച്ചു, ചമ്മട്ടി കൊണ്ട് അടിച്ചു, അവനെ ഒരു രൂപയാക്കി തീർത്ത് അവനെ ക്രൂശിന്മേൽ തൂക്കിയിട്ട് ദൂരെ നിന്നവർ പരിഹസിച്ച് പറഞ്ഞു, നീ ക്രിസ്തുവല്ലയോ, നീ നിന്നെ തന്നെ രക്ഷിച്ചിറങ്ങി വരിക എന്ന് പറഞ്ഞ് അവനെ പരിഹാസപാത്രമാക്കി തീർത്തു. എത്ര ഹീനമായ കാര്യമാണ് സഹോദര സഹോദരി. എനിക്കും നിനക്കും വേണ്ടിയാണ് അവൻ ക്രൂശിതനായി തീർന്നത്. ഈ രാത്രിയിൽ, ഈ പെസഹ ദിവസം പെസഹ ആചരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അതിനേക്കാൾ ഉപരിയായി ഈ പെസഹ ദിവസം നിനക്ക് വേണ്ടി ബന്ധിതനായി തീർന്നൊരു കർത്താവുണ്ട്. നാളെ ദുഃഖവെള്ളിയാഴ്ചയായി ക്രൈസ്തവർ ആചരിക്കുകയാണ്. ആ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് മുമ്പ്, അവൻ്റെ മരണത്തിന് മുമ്പ് നിനക്ക് വേണ്ടി പ്രാണവേദനയിലായി തീർന്ന ഒരുവനുണ്ട്, നിനക്ക് വേണ്ടി ബന്ധനത്തിനായി തീർന്ന ഒരുവനുണ്ട്, നിനക്ക് വേണ്ടി ദൈവമുമ്പാകെ ദൈവമേ നിരഹിതം നിവർത്തിക്കണമെന്ന് നിനക്ക് വേണ്ടി മധ്യസ്ഥനായി തീർന്ന ഒരു രക്ഷിതാവാണ് കർത്താവ്. ഈ രാത്രിയിൽ ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് അവൻ ക്രൂശിൽ മരിച്ചതെന്ന് ഓർത്ത് ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. നിനക്ക് വേണ്ടി മധ്യസ്ഥനായി തീർന്ന, നിനക്ക് വേണ്ടി മരിച്ചുയർത്ത, ഇന്നേക്കും ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചയാളിയായി ഉയർത്തി ജീവിക്കുന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്നേഹിത നിന്റെ രക്ഷകനായി സ്വീകരിപ്പാൻ ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷ ഗത്സമന എന്ന പ്രോഗ്രാം തുടർന്നും മനോഹരമായൊരു ഗാനം പ്രിയപ്പെട്ടവർ ചേർന്ന് ആലപിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ നാമത്തിൽ ക്ഷണിക്കുന്നു.
പ്രൈസ് ദി ലോർഡ്. ഈ മനോഹരമായ രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുക വാഴ്ചയും ചെയ്യുന്നു. ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുവാൻ ദൈവം അനുവദിച്ചതിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ കൂടെ പാടുന്ന മകളെയും അതുപോലെ കീബോർഡ് വായിക്കുന്ന മകനെയും അതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. ആ പ്രത്യാശ അടങ്ങുന്ന ഒരു ഗാനമാണ് ഇപ്പോൾ ഞങ്ങൾ പാടാൻ പോകുന്നത്. നീലാകാശത്തിലെ തൂവെള്ളി മേഘങ്ങളെ. പ്രിയപ്പെട്ടവരെ, നാം ഈ ലോകത്ത് ജീവിക്കും, അല്ലെങ്കിൽ എത്ര കാലം ജീവിക്കും എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് നമുക്ക് ഓർക്കേണ്ടത്. ഒരു നാൾ മരിക്കും. ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജനിച്ച മനുഷ്യൻ മരിക്കും എന്നുള്ളതാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വലിയ ഒരു സന്ദർഭമാണ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടും എന്നുള്ളത്. അപ്പോൾ നാം പ്രത്യാശയോട് കൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ ജീവിതത്തിൽ നാം അന്വർത്ഥമാക്കേണ്ടത്. ഒരു നാൾ നാം പോകും, അവനോട് കൂടെ ചേർന്ന് നീലാകാശത്തിലെ തൂവെള്ള മേഘങ്ങളുടെ കൂടെ ചേർന്ന് പോകുന്ന ആ കർത്താവിനെ ഓർത്തുകൊണ്ട് ഈ പ്രത്യാശ ഗാനത്തോടു കൂടി ഈ പ്രോഗ്രാം ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ക്യാമറയ്ക്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്ന രാജൻ ഭാഷനെയും കൂടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങളുടെ സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ആകാശത്തിലെ വെള്ളി മേഘങ്ങളെ ഗെത്സമന എന്ന പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ 2 മണിക്കൂർ നേരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ശ്രമിച്ച എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഈ 2 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 600-ലധികം ആളുകൾ ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്തു എന്നുള്ളതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഗാനങ്ങളും ശുശ്രൂഷകളും നിങ്ങൾക്ക് ആശ്വാസപ്രദമായി തീർന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. ഈ ശുശ്രൂഷയോടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന് ഗാനങ്ങൾ ആലപിച്ച കഥാസൻ KJ വറീസ് അവർകൾ, സഹോദരി ആൻസി രാജൻ അവർകൾ, കീബോർഡ് വായിച്ച് പശ്ചാത്തല സംഗീതം ഒരുക്കിയതായ സഹോദരൻ ആശിഷ് രാജൻ അവർകൾ, അതുപോലെ തന്നെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത പാസ്റ്റർ രാജൻ അവർകൾ, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും അവരോട് നന്ദി അറിയിക്കുകയും തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല, ഒരു പാപിയെങ്കിലും കർത്താവിലേക്ക് മനം തിരിയണം, യേശുക്രിസ്തു സുവിശേഷം അവരുടെ അടുക്കിലേക്ക് എത്തിച്ചേരണം, എല്ലായിടത്തും എത്തിച്ചേരണം എന്നുള്ള ലോക സുവിശേഷണ പദ്ധതിയിൽ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ പങ്കാളിലായി തീർന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്നത്തെ പ്രോഗ്രാം സഹോദരൻ ആശിഷ് രാജനും ആൻസി രാജനും പാസ്റ്റർ രാജനും അവരുടെ ഡെഡിക്കേഷനായിട്ടുള്ള ഒരു പ്രത്യേകമായ പ്രോഗ്രാമാണ്, അവരുടെ ആഗ്രഹപ്രകാരമാണ് ഇന്ന് ഈ ശുശ്രൂഷ ക്രമീകരിക്കാനിടയായി തീർന്നത്. അവർക്കും ദൈവം കൊടുത്ത ആ പ്രകാശത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം അവരെ മാനിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് തലകളെ വണക്കി കണ്ണുകളടച്ച് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കാം. ദൈവം എത്ര നല്ലവനാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പാടുന്ന ഗാനങ്ങൾ നാം കേൾക്കുകയായിരുന്നു. ക്രൂശിൽ അവൻ ചൊരിഞ്ഞ രക്തത്തെക്കുറിച്ച് കേൾക്കുകയായിരുന്നു. പാപിക്ക് വേണ്ടി അവൻ ചൊരിഞ്ഞ രക്തം കറക മാറ്റിയത് അവൻ നാം കേൾക്കുകയായിരുന്നു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരമായി നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ സമ്പൂർണ്ണമായി മായച്ചു കളഞ്ഞ കാര്യം നാം ഗാനങ്ങളിലൂടെ കേൾക്കുകയായിരുന്നു. നമുക്ക് വേണ്ടി അവൻ ഗസ്തമനയിൽ പ്രാണവേദനയിലായി. അവൻ എനിക്ക് വേണ്ടി, സഹോദര നിനക്ക് വേണ്ടി അവൻ ചക്കിലാട്ടുന്ന ഒലിവ് പോലെ അവൻ പൊടിയപ്പെട്ടു, അമർത്തപ്പെട്ടു, പ്രാണവേദനയിലായി, സങ്കടത്തിലായി. അവൻ നിനക്ക് വേണ്ടിയാണ് പ്രാണവേദനയിലായി തീർന്നത്. അത് മാത്രമല്ല, അവൻ്റെ ജീവനെ കാൽവരിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നിൻ്റെ പാപത്തിന് സമ്പൂർണ്ണമായ പരിഹാരം വരുത്തി സ്വർഗത്തിലേക്കുള്ള പുതുവഴി അവൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ കീറപ്പെട്ട് കൃപാസനത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുവാൻ അവൻ കാൽവരിയിൽ മരിക്കുകയുണ്ടായി. ഇന്ന് പെസഹ ആചരിക്കുന്നു, നാളെ ദുഃഖവെള്ളി ആചരിക്കുന്നു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ പരമയാഗമായി തീർന്ന കർത്താവിനെ ഓർക്കുമ്പോൾ, കർത്താവേ എന്നെ അവിടെ സ്വീകരിക്കണമേ, അവിടുത്തെ മകനാക്കി എന്നെ തീർക്കണമേ, അങ്ങേ ഞാൻ എൻ്റെ കർത്താവായി സ്വീകരിക്കുന്നു പറയുവാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ നിശ്ചയമായും നിത്യജീവൻ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയായി തീരുവാൻ ഈ രാത്രി ഹൃദയങ്ങളെ സമർപ്പിച്ച് ഇരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിയുടെ യാമത്തിനായ സ്തോത്രം. ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഇന്നേക്ക് 2020 വർഷം മുമ്പായി കാൽവരിയിൽ തകർക്കപ്പെട്ട രക്ഷിതാവിനെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാണവേദനയിലായ കർത്താവിനെ ഓർക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാര യാഗമായി തീർന്ന കുഞ്ഞാടിനെ ഞങ്ങൾ ഓർക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം എന്ന് പറയത്തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അറുക്കപ്പെട്ടുവല്ലോ. ഓ, ആ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് വചനത്തിൽ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പെസഹ കുഞ്ഞാടായി അറുക്കപ്പെട്ടു. ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഇന്ന് വചനം കേട്ട, ഗാനങ്ങൾ കേട്ട പ്രിയപ്പെട്ട ഹൃദയങ്ങളിൽ ഈ കർത്താവിനെ കണ്ടുമുട്ടാത്തവരായിട്ടുണ്ടെങ്കിൽ കർത്താവെ അവിടെയുള്ള കർത്താവ് സംസാരിക്കണമേ. രോഗത്തിൻ്റെ ഭാരത്താൽ വലിയവർക്ക് ആശ്വാസം നൽകണമേ. മരണഭീതിയാൽ ഭാരപ്പെടുന്നവർക്ക് അവർക്ക് ഭീതിയെ മാറ്റി ആശ്വാസം നൽകണമേ, സന്തോഷം നൽകണമേ. ജീവിതത്തിൽ ക്ലേശിക്കുന്നവരുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നവരുടെ ക്ലേശങ്ങളെ മാറ്റണമേ. കടഭാരങ്ങളിൽ വയ്ക്കുന്നവരുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നവരുടെ കടഭാരങ്ങളെ മാറ്റണമേ. മനോവേദനയാൽ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നവരുടെ മനോവേദനകളെ മാറ്റണമേ. സങ്കടത്തിലും ഭാരത്തിലും വിവിധ പ്രശ്നങ്ങളിൽ വരഞ്ഞ് ജീവിതം മതിയാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവ് സംസാരിക്കണമേ. ക്രൂശിതനായ കർത്താവേ, ഉയർത്തുന്നതിൻ്റെ കർത്താവേ, അവിടുന്ന് അവർ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ പാപഭാരം മാറ്റി അവിടുത്തെ മകനാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ അടികളെയും തൃപ്പാത്തിൽ സമർപ്പിക്കുന്നു. കൃപ കൊണ്ടിരിക്കണമേ. മഹത്വമെല്ലാം കർത്താവിന്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ കൂട്ടായ്മ വിശ്വാസവും കാവലും നാം ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകം പാട് കർത്താവിനെ കാത്തിരിക്കുന്ന സകലജനത്തോടുകൂടിയും ഇന്നും നയിക്കും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം.